ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുന്നത്. നമുക്കെങ്ങനെ സാമ്പിൾ വർക്കുകൾ ചെയ്ത് നോക്കാം. സാമ്പിളായിട്ട് നിങ്ങൾക്കിവിടെ സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്യുന്ന ലേൺ ആൻഡ് ഏൺ, ഡൈനാമിക് ടാസ്ക് എന്നീ വർക്കുകൾ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്കതിൻ്റെ പോയിൻ്റ് ഒക്കെ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇവിടെ ആക്റ്റീവായിട്ട് വരുന്ന സമയത്ത് ലേൺ ആൻഡ് ഏൺ, ഡൈനാമിക് കൂടാതെ തന്നെ ആഡ് ക്വസ്റ്റ്യൻ വെരിഫിക്കേഷൻ, പേഴ്സണലൈസ്ഡ് ടാസ്ക്, പിന്നെ സോഷ്യൽ മീഡിയ ടാസ്ക്, അങ്ങനെ ഒരുപാട് തരം ടാസ്കുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസർ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യുക എന്ന് നോക്കാം. നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു. അവിടെ നമ്മൾ മുഴുവനായിട്ടും സൈറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. www.taskmantra.com. അതിനു മുന്നേ ആരാണോ നിങ്ങൾ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അവരുടെ അടുത്ത് നിന്ന് ഒരു ഫ്രീ ഇൻവൈറ്റ് ലിങ്ക് വാങ്ങിയിട്ട് ഇവിടെ ഫ്രീ ആയി രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇൻവൈറ്റ് ലിങ്ക് ഇല്ലാതെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഒരാളുടെ യൂസർ ഐ.ഡിയും യൂസർ നെയിമും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങൾ ഈ ഒരു വീഡിയോ പരിചയപ്പെടുത്തുന്ന വ്യക്തികൾക്ക് അല്ല, നിങ്ങൾ ഈ വീഡിയോ ഡയറക്റ്റ് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനിതിൻ്റെ ലിങ്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ലോഗിൻ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ടാസ്ക് മന്ത്രയുടെ ഡാഷ് ബോർഡ് എന്ന് പറയുന്നത്. സെൻറ്ററിൽ കാണുന്നതാണ് ടാസ്ക് മന്ത്രയുടെ ലോഗോ. അപ്പോൾ നമ്മൾ ടാസ്ക് മന്ത്ര ഓപ്പൺ ചെയ്തെടുത്തു. നിലവിലെ ടാസ്ക് മന്ത്ര വെബ്സൈറ്റിലാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ മൈ ടാസ്കിൽ ഡു ടാസ്ക് എന്ന് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എത്രത്തോളം വർക്ക് ഉണ്ട് എന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. പേഴ്സണലൈസ്ഡ് ടാസ്ക്, ടുഡേയ്സ് ടാസ്ക്, ഡൈനാമിക് ടാസ്ക്, ആഡ് ക്വസ്റ്റ്യൻ വെരിഫിക്കേഷൻ, റിപ്പോർട്ട് ആൻഡ് ഇങ്ങനെ ഒരുപാട് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഫ്രീ ആയി രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ഈ ടുഡേയ്സ് ടാസ്കിൻ്റെ ഉള്ളിൽ ലേൺ ആൻഡ് ഏണും തൊട്ട് താഴെയുള്ള ഡൈനാമിക് ടാസ്ക്കുമാണ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ആക്റ്റീവായിട്ട് വരണമെങ്കിൽ നമ്മളൊരു DSAT ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞ് വന്നാൽ നമുക്ക് ഈ ലിസ്റ്റിൽ കണ്ട എല്ലാ ടാസ്കുകളും ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൂടാതെ ഇവിടുത്തെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അതൊക്കെ നമുക്ക് ഏണിങ്സ് ആണ്. ഇതിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ലേൺ ആൻഡ് ഏൺ ക്ലിക്ക് ചെയ്യാം. ലേൺ ആൻഡ് ഏൺ ആ പേര് പോലെ തന്നെ പഠിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കാനാണ് പറ്റുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിപ്പം കൺട്രിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടാസ്ക് മന്ത്രം. ഇവിടെ ഫ്രീ ആയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ, അവർ ഫുൾ ടൈം യൂട്യൂബ് നോക്കി ടൈം കളയുന്നവരാണ്. അതേ ടൈമിൽ ഈ ഒരു പ്ലാറ്റ്ഫോം അവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ലേൺ ആൻഡ് ഏൺ ടാസ്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. കൺട്രിയാണ്. ഇവിടെ നമുക്ക് 4 ഇമേജ് മാറ്റി മാറ്റി നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡ് എന്നാണ്. എത്രയാണോ ലെറ്റേഴ്സ് ഉള്ളത് അത്രയും തന്നെ ബ്ലാങ്ക് കോളംസ് താഴെ വന്നിരിക്കും. നമ്മൾ അതിൻ്റെ തന്നെ സ്പെല്ലിംഗ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ മാപ്പ് കണ്ടുകൊണ്ട് ഇത് പഠിക്കാനുള്ളൊരു അവസരമാണ് കിട്ടുന്നത്. ഇനി ഇവിടെ സബ്മിറ്റ് യുവർ ആൻസർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ സബ്മിറ്റായി. നമ്മൾ ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അറ്റംപ്റ്റ് നെക്സ്റ്റ് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത കൺട്രിയുടേത് വരും. ഇവിടെ നമുക്ക് അൽബാനിയ വന്നിട്ടുണ്ട്. നമുക്ക് അതിനും ഇവിടെ 10 സെക്കൻഡ് ടൈം ഉണ്ട്. ആ ടൈം വരെ നമുക്കിതിനെ ഒബ്സർവ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിൻ്റെ മാപ്പാണ് വരുന്നത്. ഇനി അൽബാനിയ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രായത്തിൽ അവർ എന്ത് പഠിച്ചു കഴിഞ്ഞാലും അവരുടെ മെമ്മറിയിൽ അത് നിൽക്കും. അപ്പോൾ ഈ ഒരു ഇമേജ് കാണുമ്പോഴും അതിൻ്റെ സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്യുന്ന സമയത്തും കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്കിത് മാറ്റണം. കൺട്രി അല്ല വേണ്ടുന്നത്, വേറെ ഏതെങ്കിലും ആണെങ്കിൽ ഇവിടെ മുകളിൽ സെർച്ച് ടാസ്ക് എന്നുണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് ഒരുപാട് ഓപ്ഷൻ വരും. നമ്മുടെ ഉള്ള കാറ്റഗറിയൊക്കെ ഇതിലുണ്ടാവും. അവിടെ നമ്മൾ ഫ്ലാഗ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഫ്ലാഗ്സ് ആണ് കാണിക്കുന്നത്. കണ്ടോ, നമുക്ക് ജപ്പാൻ്റെ ഫ്ലാഗാണ് വന്നിട്ടുള്ളത്. ഇവിടെ 10 സെക്കൻഡ് ടൈം ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഇത് ടൈപ്പ് ചെയ്യുന്ന കുട്ടികൾക്ക് വീണ്ടും ഇത് വരുന്ന സമയത്ത് ഇത് ജപ്പാനാണ് ഈ ഒരു ഫ്ലാഗ് കണ്ടു കഴിഞ്ഞാൽ അവർക്കത് എപ്പോഴും പഠിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ,
ഇവിടെ നമുക്ക് അത്രയും ബ്ലാങ്ക് കോളംസ് വന്നിട്ടുണ്ട്. നമുക്ക് ജപ്പാൻ എന്ന് ടൈപ്പ് ചെയ്യാം, സബ്മിറ്റ് യുവർ ആൻസർ കൊടുക്കാം, അറ്റംപ്റ്റ് നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് 5 പോയിന്റ് കയറി. ഇങ്ങനെ 5 പോയിന്റ് കയറിയിട്ട് അത് 100 പോയിന്റ് ആവുന്ന സമയത്ത് നമുക്ക് ഒരു ടി വി കിട്ടും. ഇവിടെ ടാസ്ക് വോളിയം എന്നാണ് പറയുന്നത്. ഒരു ടി വി എന്ന് പറഞ്ഞാൽ 1 രൂപയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ബ്രസീലിൻ്റെ ഫ്ലാഗ് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കാം. ഈ ടാസ്ക് ഒക്കെ ആഡ് ചെയ്യുന്നതും നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്യണമെങ്കിലും ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെങ്കിലും നമ്മളിവിടെ ആക്റ്റീവായിട്ട് വരണം. ഇവിടെ നമ്മൾ ബ്രസീലിന് ടൈപ്പ് ചെയ്ത് കൊടുത്തു, സബ്മിറ്റ് ആൻസർ കൊടുത്തു. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ 1 രൂപ 2 രൂപയ്ക്ക് ഇവിടുന്ന് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്കിത് എത്രത്തോളം പോയിന്റ് ആയി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡു ടാസ്ക് എടുത്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ടാസ്ക് ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ലേൺ ആൻഡ് ഏൺ ആണ് നമ്മൾ ചെയ്തത് അല്ലേ. അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാകും ഈ സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്യുന്നത് കൊണ്ട് കമ്പനിക്ക് എന്താണ് വരുമാനം, കമ്പനി എന്തിനാണ് നമുക്ക് ഇൻകം തരുന്നത്, ഇതാണ് കമ്പനിയുടെ വരുമാനം. ഇവിടെ ഒരുപാട് ഡിജിറ്റൽ ആഡ്സ് പോകുന്നത് കണ്ടോ. നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് അതിലൂടെയൊക്കെ പരസ്യങ്ങൾ പോകുന്നുണ്ട്. എന്നാൽ നമുക്കത് ഏണിങ്സ് ആയിട്ട് കിട്ടുന്നില്ല. ടാസ്ക് മന്ത്രയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം ഈ ഒരു ആഡ്സ് ആണ് നമുക്ക് വരുമാനം തരുന്നത്. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് 31ാമത്തെ ഡേറ്റിൽ 15 പോയിന്റ് ഏൺ ചെയ്തിട്ടുണ്ട്. അത് തൊട്ട് തലേത്തെ ദിവസം നമ്മൾ 120 പോയിന്റ് ഏൺ ചെയ്തു. അത് 1 രൂപയായിട്ടുണ്ട്. ഈ 15 പോയിന്റ് 100 പോയിന്റ് ആകുന്ന സമയത്ത് നമുക്കത് 1 രൂപയാകും. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് മുകളിലൂടെയും താഴെയിലൂടെയും ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മളതിൻ്റെ സെൻറ്റർ നിന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് കമ്പനിയുടെ ഏണിങ്സ് എന്ന് പറയുന്നത്. നമുക്ക് ടോട്ടൽ എത്ര ടി വി കിട്ടിയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടാസ്ക് നോക്കാം. ഡു ടാസ്ക് തന്നെ എടുത്തു. നമ്മൾ ലേൺ ആൻഡ് ഏൺ ടാസ്ക്കാണ് ഇപ്പം ചെയ്ത് നോക്കിയത്. നമുക്ക് ഡൈനാമിക് ടാസ്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ലേൺ ആൻഡ് ഏൺ എന്ന് പറഞ്ഞാൽ നമ്മളത് പഠിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കലാണ്. ഡൈനാമിക് ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. അതിൽ ഫ്ലാഗ് ഉണ്ടാകും, കൺട്രി ഉണ്ടാകും, ഫ്രൂട്ട്സ് ഉണ്ടാകും, വെജിറ്റബിൾ ഉണ്ടാകും, കാർ ബ്രാൻഡ് ഉണ്ടാകും. ഇവിടെ നമുക്കൊരു മാറ്റം, ഇവിടെ 20 സെക്കൻഡ് ടൈം കാണിക്കുന്നുണ്ട്. ആ ടൈമിനുള്ളിൽ നമ്മളിത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, യമഹ. അപ്പം നമുക്കിവിടെ ഒരുപാട് മിസ് ലെറ്റർ വന്നല്ലേ. 4 കോളംസ് ഇവിടെ ബ്ലാങ്ക് ആണ്. നമ്മളത് അടിച്ചു കൊടുത്തു. അപ്പം നമുക്കൊരു 20 പോയിന്റോ 25 പോയിന്റോ ഒക്കെ വെച്ച് കയറും. മറ്റേത് നമ്മളൊരു ഫുൾ വേർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ 5 പോയിന്റാണ് കിട്ടുന്നതെങ്കിൽ ഡൈനാമിക് ടാസ്കിൽ നമുക്ക് ഓരോ ലെറ്റേഴ്സിനും പോയിന്റ് വെച്ചിട്ട് കയറും. അപ്പോൾ ഒരു 2 or 3 എണ്ണം ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 1 ടി വി ആകും. ഇപ്പം 4 ബ്ലാങ്ക് കോൾസിന് 25 പോയിന്റ് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളെ കുട്ടികൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്താനാണ് ഈ ഒരു പ്ലാറ്റ്ഫോം. ഇനി നമ്മൾ എന്തെങ്കിലും വർക്ക് വീട്ടു ജോലി എടുക്കുന്ന സമയത്ത് കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിക്കാം. ഇനി കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ അമ്മമാർക്ക് ഇത് ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഫ്രീ ആയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടും DSAT ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഏണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് ശരിയോ തെറ്റോ അറിയില്ല. നമുക്കിത് സബ്മിറ്റ് ആൻസർ കൊടുക്കാം. ഇനി തെറ്റിപ്പോയി കഴിഞ്ഞാലും നമുക്ക് എന്താണ് ചെറിയൊരു 3 പോയിന്റ് അങ്ങനെ കയറും. ഇനി നമുക്കിവിടെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അറിയാത്തതാണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പം വർക്ക് ചെയ്യുന്ന ആളുകൾ ലേൺ ആൻഡ് ഏണിൽ പോയിട്ട് ഓക്കെ കേട്ടോ, സ്ക്വിഡ് എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ആൻസർ തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 പോയിന്റ് കയറിയിട്ടുണ്ട്. ഓക്കെ, അറ്റംപ്റ്റ് നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ അടുത്ത ടാസ്ക് വരും. നമുക്ക് അറിയാത്തതാണെങ്കിൽ നമുക്കിവിടെ താഴെ സബ്മിറ്റ് ആൻസറിൻ്റെ തൊട്ടിപ്പുറം തന്നെ സ്കിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ഓയിസ്റ്റർ ആണ്. കണ്ടോ, ഇവിടെ ഒരുപാട് ബ്ലാങ്ക് കോളംസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ടി വി കൂടാൻ ചാൻസ് ഉണ്ട്. OYSTER സ്പെല്ലിംഗ് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് അത് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിലുള്ള ലേൺ ആൻഡ് ഏണും ഡൈനാമിക് ടാസ്കും. അപ്പോൾ ഫ്രീ ആയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇത് മാത്രം ചെയ്തിട്ടും ഇവിടെ ഏണിങ്സ് ഉണ്ടാക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. ഓക്കെ, അറ്റംപ്റ്റ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് വരും. ഇനി ഇതിൻ്റെ പോയിന്റ് എങ്ങനെ നോക്കാം? ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യാം. ടാസ്ക് ഹിസ്റ്ററി എടുക്കാം, ഡൈനാമിക് ടാസ്ക് ഹിസ്റ്ററിയിൽ നിന്ന് എടുക്കാം. ഞാൻ പറഞ്ഞു ഈ ആഡ്സ് ഒക്കെയാണ് നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്. അതവിടെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ടാസ്ക് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മളൊരു കുറച്ച് ടൈം മാത്രമേ ആയിട്ടുള്ളൂ അത് ചെയ്തിട്ട് 58 പോയിന്റ് അവിടെ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ടോട്ടൽ പോയിന്റ്സ് എന്ന് പറയുന്നത് 92 ആണ്. അത് നമ്മൾ എത്രത്തോളം ചെയ്യുന്നു, ഞാനിപ്പോൾ ഈ വീഡിയോക്ക് വേണ്ടി ഇപ്പോൾ പുതുതായിട്ട് ചെയ്തതാണ്, നമ്മൾ എത്രത്തോളം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കിട്ടും.
അപ്പം ഇതാണ് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോം. ഇതൊരു നോളജ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. പുതുതായിട്ട് പബ്ലിക്കിലേക്ക് വരാൻ പോകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകും. അപ്പോൾ നമ്മുടെ ടാസ്ക് മന്ത്രയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും ഫ്രീ ആയി രജിസ്റ്റർ ചെയ്യുക. സാമ്പിൾ വർക്കൊക്കെ ചെയ്ത് നോക്കാം. ഇവിടെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ DSAT ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്പോൺസറോട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി, നമുക്ക് ഇത് ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. എപ്പോഴും ഇങ്ങനെ സൈറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്നില്ല. അതിന് വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ 2 3 ഡോട്ട് ഉണ്ട്. ഒന്ന് ടാസ്ക് മന്ത്രയുടെ പേജിൻ്റെതാണ്, മറ്റേത് ഗൂഗിളിൻ്റെതാണ്. അപ്പോൾ ആ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആഡ് ടു ഹോം സ്ക്രീൻ താഴെ ഒരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് അത് ആഡ് ആയിക്കോളും. ഇനി നമുക്ക് അത് ഹോം സ്ക്രീനിൽ പോയിട്ട് എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പം സാമ്പിൾ വർക്ക് ചെയ്ത് നോക്കിയ ആളുകളെ അതിനെ ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ.